അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇന്ന് കൃപാസ്ഥാനത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ
എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആശ്രയിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസ്ഥലി ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയത്തിൽ ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കളെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധൂർത്തപുത്രൻ്റെ പുനർവായനയാണ്. ഇന്നത്തെ ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ഒരു ട്രാജഡി നടക്കുന്നുണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അവൻ ദുരഭിമാനം പോലും ഇല്ലാതെ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചു വരവിൻ്റെ അകത്തും നമ്മളത് ശരിക്കും വായിച്ചാൽ ഒരു ശോകമുണ്ട് അതിൻ്റെ അകത്ത്. കാര്യം, ഇവൻ ഒത്തിരി കാര്യങ്ങൾ അപ്പനോട് പറയുന്നുണ്ട്. അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പനൊരു വാക്ക് അവനോട് പറയണില്ല. പശ്ചാത്താപത്തിൻ്റെ കുറേ നാളത്തേക്ക് നമുക്ക് ദൈവത്തിൽ നിന്നൊരു വാക്കൊന്നും കിട്ടിയെന്ന് വരികയില്ല. പ്രാർത്ഥിക്കാനുള്ള രരുപിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരവൊന്നും കിട്ടിയെന്ന് വരികയില്ല. അപ്പം നിങ്ങളവർക്കും പശ്ചാത്തപിച്ചുകൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനം തോന്നിപ്പോകുന്ന കുറേ മാസങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഓർത്താൽ മതി. അത് അപ്പം മാത്രമുള്ള ആ ഒരു കാലഘട്ടത്തെ, ആ വന്ന മുഹൂർത്തത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് കരുതിയാൽ മതി. പിന്നീട് നീ പശ്ചാത്താപം ചെയ്ത് അത് റീഫണ്ടായി നിൻ്റെ വരവ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പ്രഥമ ദൃഷ്ടിയാൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. കാര്യങ്ങളൊക്കെ എല്ലാം നടക്കും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു വിഷയമാണ്. കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മൂത്ത മകനോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ ഈ ധൂർത്തപുത്രനോട് ഒരു വാക്ക് പോലും അപ്പം പറയണില്ല. കെട്ടിപ്പിടിക്കുന്നുണ്ട്, അതിനെ ആശ്ലേഷിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, മാല അവന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്, അവരെ മകൻ്റെ റാങ്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ സംസാരിക്കത്തിൽ താമസിക്കും. ദൈവം അങ്ങനെയാണെന്ന് പറയാല്ല. ദൈവത്തെക്കുറിച്ച് പറയണ കഥയിൽ വന്നു പോയിട്ടുള്ള നിഴൽ രൂപങ്ങളാണ് ഇതൊക്കെ. സംസാരിക്കാത്ത മൂകനായ അപ്പൻ, അത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അത് പശ്ചാത്താപത്തിൻ്റെ കുറേ കാലങ്ങളിൽ ദൈവമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ്, ദൈവം ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ധരിക്കരുത്. അപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അവൻ്റെ പശ്ചാത്താപം സത്യസന്ധമാണ് ദൈവം തോന്നിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. മകൻ പറഞ്ഞു, ഇളയ മകന്റെ കാര്യം പറയാം. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഇതാണ് സംഭവം. ഇതിനകത്ത് ഡയലോഗില്ല. ആർക്ക് ഡയലോഗില്ല? അപ്പൻ മൂത്ത മകനോട് അപ്പൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നോക്കിയാൽ മതി.
ഞാനിങ്ങനെ ഒത്തിരി ആൾക്കാരോട് കൗൺസിലിംഗ് ചെയ്യുമ്പോഴേ ചില ആൾക്കാർ എത്രയോ വർഷങ്ങളായിട്ട് ധ്യാനിപ്പിക്കുന്നത്, എത്രയോ ആയിരങ്ങൾ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, എത്രയോ പേരുടെ മാനസാന്തര വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യം സിറ്റുവേഷൻ കറക്റ്റാണത്. ആ മാനസാന്തരത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ കുറവായിരിക്കും, ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചിലപ്പോൾ മെയിൻ്റെനൻസ് നടക്കും, എല്ലാ കാര്യങ്ങളും നടന്നു പോകും. ഞാൻ കെട്ടിപ്പിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അവന് മോതിരം കൊടുക്കുന്നുണ്ട്, അവന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്, റാങ്കരെ കൊണ്ടുവന്നുണ്ട്, പക്ഷേ നോ ഡയലോഗ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ നമ്മളെ ആൾക്കാരുടെ മാനസാന്തരത്തെ കാണുമ്പോൾ നമുക്കും അത് നമുക്ക് തോന്നിയിട്ടുണ്ട്. കുറേ നാളത്തേക്ക് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ സൈലൻ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഒരു ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരപ്പെടുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. നമ്മളുടെ പാപത്തിന് പരിഹാരം ചെയ്തു, ആ ദൂതമ്പത്ത് പറഞ്ഞ പോലെ ആ റീഫണ്ട് ചെയ്തു, പശ്ചാത്താപം പ്രായശ്ചിത്തത്തോടെ പറഞ്ഞു തീർക്കാതെ അത് ചെയ്ത് തീർത്ത് വരുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഫുൾ സ്വിങ് ആയിട്ട് വരും. ആ സമയം മുതൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും, പിന്നെ ദൈവം നമ്മൾ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. ദൈവം ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. കാര്യം നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്തൊരു കുഴപ്പമുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ ദൈവം നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് തൻ്റെ ദാസനോട്, തൻ്റെ ഭക്തനോട്, തൻ്റെ വിശ്വാസിയോട്, മോശയോട് ഒരു സ്നേഹിതരെ പോലെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അത് ആ ലെവലിലേക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിച്ച സത്യസന്ധമായിട്ട് ദൈവത്തിന് വേണ്ടിയാണ് സ്നേഹിക്കണമൊക്കെ ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, പിന്നെ വ്യക്തികളിലൂടെ, കോയിൻസിഡൻസ് എന്നില്ലേ, നമ്മൾ കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാലും അതിലൂടെയും ദൈവത്തിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രസമായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഓർക്കണത് ദൈവമായിട്ട് ഈ ഒരു കാലത്ത് നല്ല റിലേഷൻസിലേക്ക് വരാൻ വേണ്ടി, നല്ല ഫുൾ സ്വിങ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകം സത്യസന്ധമായി സുവിശേഷവിഹിതമായി സാക്ഷ്യത്തോടെ ദൈവത്തിന് വേണ്ടി, അല്ല ദൈവത്തിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടിയുള്ളതിനേക്കാളുപരി ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് ഭയങ്കര സങ്കടമായിരിക്കുമേ എപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരെല്ലാം സ്നേഹിക്കണത് വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണെന്ന് ദൈവത്തിന് അറിയാം. അതാണ് ദൈവത്തിൻ്റെ സങ്കടമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ തന്നതും തരാത്തതും ഞാൻ അളന്നും തൂക്കി നോക്കാതെ എനിക്ക് നീയാണെന്ന് പറയത്തില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞൊരാളാണ് ഈ പത്രോസൊക്കെ. ഈ ഹൃദയം തുറന്നാണ് ഈശോ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഹൃദയം തുറന്നാണ്. കാരണം അവരോടൊക്കെ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ദൈവത്തിൻ്റെ റിസർവ്ഡ്നെസ് പോകണമെന്നുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ ഒരു റിസർവറിൽ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയ ആളല്ലാത്ത കൊണ്ടാണ്. അതാണ് വരുന്ന വിഷയം അങ്ങനെ വരുന്നത്. അത് ഈ മുൻപ് കാലത്ത് ആ ഒരു അമിക്കബിലിറ്റി, അനുരഞ്ജനം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക. ഷാനിഷാദ്. ഞാൻ എറണാകുളം ജില്ലയിലെ എളമക്കര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 29/9/2024 ഇപ്പോൾ എൻ്റെ 5ാമത്തെ ഉടമ്പടിയിലാണ്. ഇതിനു മുൻപ് ഒരു സാക്ഷ്യം പറയാൻ അമ്മ മാതാവ് ഈശോയിലൂടെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് സാക്ഷ്യം പറയാൻ ഇതുപോലെ ഞങ്ങൾ ഒരുക്കിയതിനും ഈ നിമിഷം ഇതുപോലെ സാക്ഷ്യം പറയാൻ ഈ പുണ്യ അൾത്താരയിൽ നിൽക്കുവാനുള്ള വലിയ കൃപ ലഭിച്ചതിനും അമ്മ മാതാവിനും ഈശോയിനും കോടാനുകോടി നന്ദി പറയുന്നു.
ഇതിനു മുമ്പ് പറഞ്ഞ സാക്ഷ്യം പോലെ തന്നെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലാത്ത നിയോഗത്തിലാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. പക്ഷേ അത് ഉടമ്പടിയിലൂടെ തന്നെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ അമ്മ തന്ന ഏറ്റവും വലിയ കൃപയാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ രോഗസൗഖ്യ സാക്ഷ്യം ഇപ്പോൾ എനിക്ക് പറയാനുള്ളതും അതുപോലെ തന്നെയുള്ള സാക്ഷ്യമാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യം അമ്മ നൽകി. ഞാനിവിടെ ഉടമ്പടി എടുത്തത് തന്നെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോഴാണ്. ആ സമയത്ത് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ വെച്ച നിയോഗം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. പക്ഷേ ഒരു ജോലിയോ മറ്റോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, രോഗസൗഖ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അന്ന് രോഗസൗഖ്യം തന്ന് ഈ നിമിഷം വരെ ഞങ്ങളെ പൊന്നുപോലെ അമ്മ മാതാവ് പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ഈ നിമിഷം ദൈവമേ, ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയോട് നന്ദിയുള്ള മകളായിട്ട് നിൽക്കുകയാണ്. കാരണം ഞാൻ 18 വർഷം മുമ്പ് ഉപേക്ഷിച്ച എൻ്റെ കരിയർ, ഞാനൊരു MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനാണ് ആയിരുന്നു അന്ന്. ഇപ്പോൾ വീണ്ടും ഈ 18 വർഷത്തിന് ശേഷം ഞാൻ മറന്നുപോയി, ഞാൻ ഉപേക്ഷിച്ച് വിട്ട എൻ്റെ ഒരു ജീവിതം തിരികെ കിട്ടിയ പോലെ ഈ 4.5 മാസമായിട്ട് ഞാനിപ്പോൾ വീണ്ടും ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മ മാതാവ് വഴി ഈശോയോടാണ്. അമ്മയിലൂടെ ഈശോ തന്ന അനുഗ്രഹമായിട്ട് എനിക്കത് ബോധ്യപ്പെട്ടു. കാരണം എനിക്ക് ഈ ഒരു അവസരം വന്ന ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്താണ് ഞാൻ അമ്മയോട് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ഗിഫ്റ്റാണെന്നൊന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. ആ ഒരു ടൈമിലാണ് എനിക്ക് ഇതുപോലെ ലാബിലേക്കുള്ള ഒരു വേക്കൻസി ഉണ്ട്, ബയോഡേറ്റ കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ട് എൻ്റെ എൻ്റെ വൈഫ് അനിയത്തി വഴിയാണ് ആ ലാബിലെ ഇൻചാർജ് അവളുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് ആ ഒരു ഇത് വന്നതെങ്കിലും എനിക്കൊട്ടും തന്നെ ധൈര്യമില്ലായിരുന്നു. കാരണം ഇത്രയും നാൾ ഗ്യാപ്പ്, 18 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്തും ജോലിക്ക് അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡിൽ കിട്ടാൻ യാതൊരുവിധ സാധ്യതയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ, എനിക്കിത് അമ്മ തന്നതാണെങ്കിൽ എനിക്ക് കുറേയൊക്കെ ഈ ഒരു ഫീൽഡിനോട് ആ ഒരു ഇഷ്ടവും ഇതും ഒക്കെ പോയിരുന്നു. കാരണം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് പോലും മറന്നുപോയി, ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് പോലും മറന്നിരിക്കുന്ന സമയമായിരുന്നു. മാതാവിനോട് ചോദിച്ച പ്രകാരം എനിക്ക് അടയാളങ്ങൾ കിട്ടി. കാരണം ഞാൻ ഇത്രയും ഗ്യാപ്പായിട്ട് ചെല്ലുമ്പോൾ തിരിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് ഫെയിലായി പോരാൻ ഒരിക്കലും അമ്മ എനിക്ക് ഇടയാക്കരുത്. എനിക്ക് അമ്മ ഒരു അടയാളം തന്നെ. കാരണം ഇത് അമ്മ വഴിയാണെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കയറിയതുപോലെ തന്നെ തിരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതും പ്രകാരം അവിടുത്തെ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ഇൻചാർജ്, ലാബിൽ ഇൻചാർജ് മാലിനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഞങ്ങൾ തമ്മിൽ പുറത്ത് അപ്രതീക്ഷിതമായി കാണുകയും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഇന്ന പോലെ എനിക്ക് ഗ്യാപ്പുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാനെല്ലാം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ ധൈര്യം തരികയും കുഴപ്പമില്ല ഞാനുണ്ടല്ലോ വാ എന്ന് പറഞ്ഞെന്നെ വിളിക്കുകയും ഞാൻ അവിടെ ചെല്ലാനും എനിക്ക് അപ്പോഴാണ് അവിടെ മാലിന്യ ഉടമ്പടി എടുത്തതാണ്. അതുപോലെ അവിടെയുള്ള സീനിയറായിട്ടുള്ള ചേച്ചി ഉടമ്പടി എടുത്തതാണ്, ജസ്റ്റ് ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി അത് ഉടമ്പടിയിലേക്കാണ്. അതുവഴി ഉടമ്പടിയിലൊരു കൂട്ടായ്മ അവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ് അമ്മേനെ വിളിച്ചതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അവിടെയുള്ള ആ ലാബിൽ ഇപ്പം ഞാൻ 4.5 മാസമായിട്ട് വർക്ക് ചെയ്യുന്നു. ഏറ്റവും സന്തോഷത്തോടുകൂടി എനിക്ക് ചെയ്യാൻ എന്താണോ പറ്റില്ല എന്ന് വിചാരിച്ചത് അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മേൻ്റെ കൈ പിടിച്ചു. എല്ലാ ദിവസവും ഞാൻ അവിടെ കയറുമ്പോൾ ഉപ്പിട്ട് വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ പാലിയേറ്റീവ് കെയറിൽ എനിക്ക് ആ കൂട്ടത്തിൽ അസിസ്റ്ററിൻ്റെ കൂടെ ആ സിസ്റ്ററും ഉടമ്പടി എടുത്തതാണ്, മേരി സിസ്റ്റർ, മാതാവിൻ്റെ പേരുള്ള സിസ്റ്ററാണ്. സിസ്റ്ററുടെ കൂടെ ഞാൻ പാലിയേറ്റീവ് കെയറിലും എനിക്ക് പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഉദ്ദേശിക്കാത്തൊരു വഴിയിലൂടെയാണ്. ഒരിക്കലും ഞാൻ തിരിച്ച് ഇതിലേക്ക് പോകുമെന്ന് ചിന്തിക്കാത്തൊരു കാര്യത്തിലേക്കാണ് അമ്മ എന്നെ കൊണ്ടുപോകുന്നത്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഇപ്പോൾ 4.5 മാസമായിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്ത് പോരുന്നു. അപ്പോൾ എന്നെ ഈ ഏറ്റവും സന്തോഷത്തോടു കൂടി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ചെയ്യാൻ അനുവദിച്ച അമ്മയ്ക്ക്, അതുപോലെ അവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. എന്നെ ഒരു ചെറിയൊരു കൊച്ചിനെ പോലെ എന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു. കാരണം ഞാൻ ഒരു സ്ഥലത്തും കുറച്ച് നാളിലപ്പുറം തുടർന്ന് പോകുമെന്ന് എൻ്റെ വീട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നതാണ്. എപ്പോഴും അവിടെ കയറിയ സമയം തൊട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ 4.5 മാസം പൂർത്തിയാക്കാൻ അമ്മ അനുവദിച്ചതിനോർത്ത് കൊടാനുകൂടി
കോടാനുകോടി നന്ദി പറയുന്നു. അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഉടമ്പടിയിലൂടെ ഒത്തിരി വിശ്വാസമാണ്, അവർക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സിനി ചേച്ചിയുടെ മരുമകൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞു. നീ മാതാവിൻ്റെ ആളല്ലേ, നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞതിന് പ്രകാരം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ ചേച്ചിയുടെ മരുമകന് അതുപോലെ അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വിദേശത്തേക്ക് പോകാൻ പറ്റി. അതെന്നെ അവരോട് സന്തോഷത്തോടെ പറയുക, അവരിവിടെ വന്ന് നന്ദി പറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഇതെൻ്റെ 2 മക്കളാണ്. മൂത്തയാൾ ശ്രീഭദ്ര, രണ്ടാമത്തെ ആൾ ശ്രീയ. ഇവർ രണ്ടുപേരുടെ സാക്ഷ്യം ഞാൻ ഇതിന് മുന്നേ രോഗസൗഖ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്രീഭദ്രയുടെ ഒരു രോഗസൗഖ്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അവൾക്ക് ഞങ്ങൾ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞ ടൈമാണ്. ആ സമയത്ത് ചെവിയിലൊരു ഇൻഫെക്ഷൻ വരികയും അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഇയർ ഡ്രമ്മുമായിട്ട് ബെൻഡായി, അങ്ങനെയുള്ള ചെറിയ പ്രശ്നമാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് ഒരു പ്രൊസീജിയറിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ, നോർമലായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും അത് ആ രീതിയിൽ ഡോക്ടർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതൊന്നുമല്ലാതെ അവൾക്ക് ഒരു ദിവസം അവൾ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉണ്ടാകുമായിരുന്നു, എപ്പോഴും തലവേദന ഉണ്ടാകുമായിരുന്നു. അത് കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് കരുതി അവൾക്ക് കണ്ണടയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അവളൊരു 9th സ്റ്റാൻഡേർഡ് മുതൽ കോവിഡ് കഴിഞ്ഞ് ആഫ്റ്റർ കോവിഡിന് ശേഷം അവൾക്ക് കണ്ണട വെക്കേണ്ടി വന്നു. അതിനൊക്കെ ശേഷം തലവേദന എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും ആൾക്ക്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ നിരന്തരം ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ പ്രകാരം ഒരു ദിവസം രാവിലെ ഞാൻ ഇവളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഇവളുടെ ചെവിയിലൂടെ ഒത്തിരി ഒരു ഫ്ലൂയിഡ് പോലെ ഇവളുടെ ചെവിയിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ ബ്ലഡിൻ്റെ അംശവുമുണ്ട്. ഇങ്ങനെ ഫ്ലൂയിഡ് പില്ലോയും ബെഡും നനയുന്ന രീതിയിൽ അത്രത്തോളം ഒരു ബക്കറ്റിൽ എന്തോരം ആ രീതിയിലുണ്ടെന്ന് വേണം പറയാൻ. കാരണം ബെഡും നനഞ്ഞു, പില്ലോ നനഞ്ഞു, ആകെ നമ്മൾ പേടിപ്പിക്കുന്ന രീതി. പക്ഷേ ഇത് ഡോക്ടറെ കണ്ടപ്പോൾ അത് ചെവിയിൽ ഇൻഫെക്ഷൻ അല്ല, വേറെ എന്തോ പ്രശ്നമാണ്, നിങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം, ന്യൂറോ ആരെങ്കിലും കാണിക്കണം എന്ന് ആ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ ഞാൻ മാതാവിനോടാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അവൾക്ക് അന്ന് അവിടെ അമ്മ ചെയ്തത് വലിയൊരു സർജറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് പ്രാർത്ഥനയിലൂടെ അവളുടെ ഒരു പിക്ചർ അമ്മ കാണിച്ചു തന്നു. അവളിങ്ങനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്നും അമ്മയാണ് തലേ ദിവസം ഞാൻ ഇവളുടെ റൂമിലേക്ക് പോകാൻ ചിന്തിച്ചപ്പോൾ അവിടെ അമ്മയുണ്ട്, അമ്മയുടെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. അമ്മയെ കാണുവാൻ ധൈര്യമുണ്ടെങ്കിൽ, പേടിക്കാതെ കാണുവാൻ പറ്റുമെങ്കിൽ മാത്രം ആ മുറിയിലേക്ക് പോയാൽ മതി എന്നെൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ ഞാൻ ആ മുറിയിലേക്ക് പെട്ടെന്ന് പോയില്ല. പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഈ ഫ്ലൂയിഡ് വന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ അവൾക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അമ്മ അത് അവൾക്ക് കൊടുത്ത രോഗസൗഖ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് ഇതിന് മുന്നത്തെ സാക്ഷ്യത്തിൽ അന്ന് പറഞ്ഞ സാക്ഷ്യത്തിൽ പറയേണ്ടതായിരുന്നു. അത് വിട്ടുപോയത് കൊണ്ട് തന്നെ എന്നെ വീണ്ടും വീണ്ടും അമ്മ ഇത് ഓർപ്പിക്കുമായിരുന്നു, സാക്ഷ്യം പറയുമ്പോൾ ഇത് പറയണമെന്ന്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ മകളുടെ തന്നെ അനുഭവമാണ്. അവൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ രോഗങ്ങളും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് +1 ആയിരുന്നപ്പോൾ ഇവൾ പ്രൊഫഷൻസി എന്ന് പറഞ്ഞ ഇവർക്കൊരു അവാർഡുണ്ട്. അതിനുവേണ്ടി ഇവൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഇവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് ആ ഒരു ടോപ്പറായിട്ടുള്ള ആ ഒരു അവാർഡ് അവൾക്ക് കിട്ടിയില്ല +1. അപ്പോൾ അവൾക്കതൊരു ഭയങ്കരമായിട്ട് മാനസികമായി ഒത്തിരി വിഷമം ഉണ്ടാക്കിയതാണ്. ഞാൻ അപ്പോൾ അത് നിയോഗമായിട്ടൊന്നും വെച്ചില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായി, അമ്മേ അവൾ ആഗ്രഹിച്ചതാണ്, അവൾക്ക് അമ്മ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം കൊടുക്കുവാൻ, അവളുടെ കൂടെ അമ്മ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി അവൾക്ക് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാനും ഈ പ്രാവശ്യം ആ അവാർഡ് അവൾക്ക് കിട്ടുവാനിടയാകണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി പ്രാർത്ഥനകളിലും സായന പ്രാർത്ഥനകളിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ആ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഈ പ്രാവശ്യം പ്രൊഫഷൻസിയുടെ അവാർഡ് കിട്ടുവാനും അമ്മ മാതാവ് അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും ജനറൽ ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡിൽ പോകാറുണ്ട്. അവിടുത്തെ ഓരോ രോഗികളെയും സമയമെടുത്ത് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു 4:30-5 മണിക്ക് ആ വാർഡിലേക്ക് കയറിയാൽ ഒരു 7:30 ആകുമ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. അതുപോലെ സമയമെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് അമ്മ പറഞ്ഞ എണ്ണമാത്രം ആദ്യം 15 പൊതി ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാർക്ക് തികയാതെ വന്നു. വീണ്ടും അതൊരു 20 ആക്കി. അപ്പോഴും അമ്മ ഒരു സംഖ്യ പ്രാർത്ഥിച്ച് എനിക്കൊരു സംഖ്യ പറഞ്ഞു തരണമെന്ന്. അങ്ങനെ 27 പൊതി കൊണ്ടുപോയപ്പോൾ അത് അവിടെ ധാരാളമാണ്. അവർക്ക് എല്ലാവർക്കും തികയാൻ എപ്പോഴും 27 പൊതി കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായി
ദിവസമായിരിക്കും. അവിടെ ആൾ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ആ 27 പൊതി അവിടെ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് എല്ലാ ആഴ്ചയിലും സാധിച്ചു. അതിൽ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് ഇതുപോലെ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ വരാൻ സമയമില്ല എന്ന് പറയുമ്പോൾ അവരതിലേക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞ് സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ആ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞൊരു മാസം അവിടെ ഭക്ഷണപ്പൊതി കൊണ്ടുപോകാനായിട്ട് കർശനമായിട്ടുള്ള വിലക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ പോകാൻ പറ്റാത്തപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മാതാവ് എന്നെ അടുത്ത വഴിയിലേക്ക് വേറൊരു വഴി നമുക്ക് കാണിച്ചു തന്നെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഭക്ഷണവുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് വഴിയിലുണ്ട് ഭക്ഷണം ആവശ്യമുള്ള. അങ്ങനെയുള്ള മക്കൾക്ക് വണ്ടി എടുത്തിറങ്ങുമ്പോൾ കറങ്ങി ഭക്ഷണങ്ങൾ കൊടുത്തു വരാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മാതൃഭവനത്തിൽ അമ്മമാരുടെ ഭവനത്തിൽ പോവാറുണ്ട്. എനിക്ക് എൻ്റെ ഈ ഒരു ജന്മം ഒന്നിനും ഉപകാരമില്ല, ആർക്കും ഒരു പ്രയോജനമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരാഴ്ച ഞാൻ മുടങ്ങിയാൽ വരാൻ പറ്റാതിരുന്നാൽ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മമാരാണ്. അവരുടെ പ്രാർത്ഥനയും സ്നേഹവും കാണുമ്പോൾ ഉടമ്പടിയൊക്കെ കുറേ നാൾ മുന്നേ എടുക്കേണ്ടതായിരുന്നു. ഇതെല്ലാം ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജീവിത രീതിയാണ്. ദൈവം ഏറ്റവും കൂടുതൽ ദൈവസ്നേഹത്തിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ജീവിത രീതിയാണെന്ന് ബോധ്യമായത് ഉടമ്പടിയിലൂടെയാണ്. ഇവിടെ വന്നപ്പോഴാണ്, അച്ഛൻ്റെ ക്ലാസ്സുകൾ കേട്ടതിലൂടെയാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. ആ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർക്ക് നമ്മളുടെ പ്രാർത്ഥനയും നമ്മളൊരു കുറച്ച് നേരം അവരായിട്ട് സംസാരിച്ചിരിക്കലും അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ഇടയിലും രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോട് സന്തോഷത്തോടെ പറയും, മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മോള് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് അസുഖങ്ങൾ മാറിക്കിട്ടിയതെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ നിയോഗങ്ങൾക്കല്ല, ഞാൻ ഇവിടെ വരുമ്പോൾ മാതാവിനോട് പറയുന്ന, അമ്മേ ഞാനിവിടെ മുട്ടുമേൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജപമാല ചൊല്ലാനാണ് വരുന്നത്, അതുകൊണ്ട് എന്നെ വരാൻ തടസ്സപ്പെടുത്തരുതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും തടസ്സപ്പെടുത്താതെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ വരാറുണ്ട്. ഇന്നിപ്പോൾ 2-ാം തീയതി ആയിപ്പോയത്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറഞ്ഞു ഉടമ്പടി എടുപ്പിച്ച ഒരു ഫാമിലി ഉണ്ട്. അവർക്ക് പുതുക്കേണ്ടത് ഇന്നാണ്. അവർക്ക് ഇന്ന് വരാനായിട്ട് സൗകര്യമുള്ളത് കൊണ്ട് അവരും പിന്നെ മക്കളായിട്ട് വരാൻ വേണ്ടിയാണ് 2-ാം തീയതി. 1-ഓ 2-ഓ എന്നുള്ള അപ്പുറത്തേക്ക് ഒരിക്കലും ഇന്ന് വരെ മാറിപ്പോയിട്ടില്ല. തുടർച്ചയായിട്ട് അമ്മയുടെ സന്നിധിയിലേക്ക് വരുവാനും പത്രം എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് പോകാനും അതെല്ലാ മക്കൾക്കും കൊടുക്കുവാനും നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു തന്നെ സന്തോഷത്തോടെ കൊടുക്കുവാനും അത് ക്ഷമയോടെ കേട്ടിരിക്കുന്നതും അത് ഉടമ്പടിയുടെ വേണ്ട പത്രം വേണ്ട എന്ന് പറയുന്നവർ നമ്മുടെ അനുഭവം പത്രം വേണ്ടെങ്കിൽ മേടിക്കണ്ട, ഞങ്ങൾ പറയുന്ന ഒരു 2 മിനിറ്റ് കേൾക്കാവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾക്ക് സമയം തന്നെ ആൾക്കാർ പിന്നെ പത്രം മേടിച്ചിട്ടാണ് പോവാറുള്ളത്. അങ്ങനെ ഒത്തിരി പേര് ഉടമ്പടി മുടങ്ങിക്കിടക്കുന്ന ഒത്തിരി പേര് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഉടമ്പടി പുതുക്കി ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോരുന്നുണ്ട്. ഒത്തിരി പേർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കൃത്യമായിട്ട് ഒരിക്കലും മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഒരു അക്രൈസ്തവയാണ്, എന്നാൽ പോലും എനിക്ക് ദിവ്യബലിയിൽ പങ്കുചേരാൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ പോലും എന്നോട് ഞാൻ രാവിലെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ 6:30 ഡ്യൂട്ടിയിൽ കയറേണ്ട എന്നോട് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയാനായിട്ട് അമ്മ മാതാവാണ് ആ മക്കളെ അതിനു വേണ്ടി ഒരുക്കിയതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മ വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ നിമിഷവും ഞങ്ങളെ പൊന്നുപോലെ പരിപാലിച്ച് കൊണ്ട് നടക്കുന്നതിനും ഈ നിമിഷം ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ ഇതുപോലെ വന്ന് നിൽക്കാനും ഇനി എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഇതുപോലെ വന്ന് നിൽക്കണമെന്ന് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് അമ്മയുടെ മുമ്പിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നിന്നാണ് വരുന്നത്. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവക സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. ഞാൻ 15 തവണ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ അൾത്താരയിൽ ഞാൻ പറയുന്ന 5-ാമത്തെ സാക്ഷിയാണിത്. ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മോന് കിട്ടിയ ഒരു സംരക്ഷണത്തിൻ്റെ സാക്ഷിയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒരു 2 മാസം മുമ്പ് ക്ലാസ്സിൽ IT ലാബിൽ ടീച്ചേഴ്സ് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ ഡിവൈഡർ എടുത്തിട്ട്, ഇരുമ്പിൻ്റെ സാധനമാണല്ലോ എല്ലാവർക്കും മനസ്സിലാകും, അത് എടുത്ത് സ്വിച്ച് ബോർഡിൽ കുത്തി സ്വിച്ച് ഓണാക്കി. പക്ഷേ പെട്ടെന്ന് ആൾ കൈയെടുത്തു, മൊത്തം കമ്പ്യൂട്ടറെല്ലാം ഷട്ട് ഡൗൺ ആയി.
കുറച്ച് തീയൊക്കെ വന്നു, സ്പാർക്കായി. ക്ലാസ് ടീച്ചറും കുട്ടികളും അടക്കം എല്ലാവരും ഭയന്നു. എന്നെ പെട്ടെന്ന് എൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് പറയുകയാണ്, പെട്ടെന്ന് തന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അവർ കുറേ എക്സ്റ്റൻഷനിൽ വിളിച്ചിട്ട് എന്നെ കിട്ടാതെ ലാസ്റ്റ് എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും അറിയില്ല, അവർ വിളിച്ച് പറയണതാണ് പെട്ടെന്ന് വരണം. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ മോനും എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊച്ചിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എന്തായാലും നിങ്ങൾ വന്നോന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ ആകെ തളർന്ന് ഞാനാണ് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ച് ചോദിച്ചു നിങ്ങളെന്താ സത്യം പറയാം, എന്തെങ്കിലും കൊച്ചിന് പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ സമ്മതിക്കണില്ല, അവർ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു 10:45 11 മണി അത്തായപ്പോഴത്തേക്ക് ഞാൻ വേഗം ഇറങ്ങി. അപ്പോൾ പോരുന്ന വഴിയെല്ലാം ഞാൻ ഉടമ്പടിയിലാണെങ്കിലും എനിക്ക് പെട്ടെന്ന് മോൻ്റെ കാര്യം കേട്ടപ്പോൾ വേറെ എന്തൊക്കെയോ സംഭവിച്ചു എന്നൊരു ടെൻഷൻ എനിക്ക് കയറിയിട്ട് ഞാൻ എൻ്റെ ഫോണൊക്കെ സൈലൻറ്റിലല്ല, എയർപ്ലെയിൻ മോഡിലിട്ടു. ആരും എന്നെ വിളിക്കണ്ട, എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, അപ്പോൾ ഇനിയിപ്പോൾ എന്നെ ആരും വിളിക്കണ്ട, ഞാനും ഉണ്ടാവണ്ട എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് എൻ്റെ മനസ്സിട്ട് വരുന്നത്. അന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഇറങ്ങുന്നത്. കൊച്ചിന് 7:45 ക്ലാസ് ഉണ്ട്, 10ലാണ്. അപ്പോൾ പുറത്തേക്ക് പോയി ഇറങ്ങി 2 വീലറിൽ ഇരുന്നതാണ്. ഞാൻ പോകാൻ ഇറങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലേക്ക് തൂക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ചെവിയുടെ തൊട്ടടുത്ത് നിന്നൊരു ശബ്ദം ഞാൻ ശരിക്കും കേട്ടു, അപകടം എന്നുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്താവോ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് തോന്നിയതാണോ. ഞാൻ എന്നിട്ട് പുറത്ത് സിറ്റൗട്ടിൽ വന്നിട്ട് കൊച്ചിനെ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇതിനെ വിളിച്ചിട്ട് ഇതിൻ്റെ നെറ്റിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഈ ഉടമ്പടി തൈലം പൂശിയിട്ടാണ് വിടുന്നത്. അതിൻ്റെ ഒരൊറ്റ സംരക്ഷണം മാത്രമാണ്. കാരണം ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ ടീച്ചർ അവിടെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ടീച്ചറിൻ്റെ കൈയും കാലും വേറെ അപ്പോഴും മാറിയിട്ടില്ല. എൻ്റെ കൊച്ചിൻ്റെ ക്ലാസ് ടീച്ചർ എന്നോടത്ത് പറയണത് ഇവൻ ഭയങ്കര ബ്ലെസ്ഡാണ്, ഇതൊന്നുമല്ല ഇവിടെ സംഭവിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ സമയമാണ്, അവർ സ്കൂളിലെ ഇലക്ഷൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്കൂൾ നിറച്ച് പോലീസുകാർ വയറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടേക്കണു. ഇവർ പെട്ടെന്ന് ആരോ ചെയ്യുന്നത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. അവർ പറയുന്നത് ഇവിടെ ഈ സ്കൂളിന് തന്നെ അത്രയും വലിയ നാശനഷ്ടം സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു അപകടമാണ്. കൊച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അവൻ ചിലപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റിക്ക് എന്തെങ്കിലും ചെയ്തതാണോ എന്താണെന്നറിയില്ല. ഇനി കൊച്ചിനെ കാണുമ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ ഭയങ്കര റെഡിഷായിട്ട് മുഖം എല്ലാം വാടി വല്ലാത്തൊരു ട്രോമയിൽ നിൽക്കുക ഈ കൊച്ച്. എനിക്ക് സങ്കടമായി, ഞാൻ ഇതിനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് പറയണ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, അമ്മയുടെ പ്രാർത്ഥനയുടെ തന്നെയാണ്. കാരണം ഇതൊരു പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തി, ഒരു സംരക്ഷണം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി തൈലം തൂർത്താണ് ഞാൻ ഇന്ന് എൻ്റെ കൊച്ചിനെ പറഞ്ഞു വിട്ടത്. അപ്പോൾ അവർ പറയണത് അത് മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല, അല്ലെങ്കിൽ ഇതിലപ്പുറം വലുത് സംഭവിക്കേണ്ടതായിരുന്നു. ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചർക്ക് ശബ്ദിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്, അവരൊന്നും മിണ്ടണില്ല എന്നെ കാണുമ്പോൾ. HM പറഞ്ഞു ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്, അതുമാതിരി ഒരു അപകടം സംഭവിക്കേണ്ട അടുത്തുനിന്ന് ഒന്നുമല്ലാതെ നിസ്സാരമാക്കി, സിസ്റ്റമൊക്കെ അടിച്ചു പോയി എന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് തോന്നുന്നു സിസ്റ്റം എല്ലാം പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായതാണ്, വേറൊന്നും ഇല്ല. അപ്പം ഞങ്ങളിങ്ങനെ പേടിച്ചു, ദൈവമേ ഇനി കൊച്ചിനും എന്തെങ്കിലും പറ്റി സ്കൂളിനും നമ്മളെ നാശനഷ്ടത്തിന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരിക, ഒന്നുമില്ലാതെ അമ്മ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ സമാധാനമായിട്ട് പോക്കോ, കൊച്ചു ടെൻഷനായിട്ടിരിക്കുകയാണ്, അവനോടൊന്നും ഇനി പറയണ്ട, സമാധാനമായിട്ട് പോകും, അവനെന്തെങ്കിലും വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ സമാധാനമായിട്ട് പൊക്കോ, ഒന്നും പേടിക്കാനില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതെനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്ന എൻ്റെ അമ്മ ആ ഉടമ്പടി തൈലം തൂക്കാനും അപകടം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ രാവിലെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ മോനെ കിട്ടില്ലായിരുന്നു, സ്കൂളിനും എന്തെങ്കിലുമൊക്കെ പറ്റുമായിരുന്നു. മൊത്തം കുട്ടികൾ എല്ലാവരും വല്ലാത്തൊരു ഷോക്കിലായിപ്പോയി. ഈ ഒരു വലിയ അനുഗ്രഹ സാക്ഷ്യത്തിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുകയാണ്. പിന്നെ അടുത്തത് എനിക്ക് ഏകദേശം ഒരു 5 വർഷത്തിലേറെയായിട്ട് സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് ഓർത്തോയുടെ എടുത്തിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് ഒന്നും ജോലി പോലും ചെയ്യാൻ പറ്റില്ല, പെയിന്, എനിക്ക് കിടക്കാൻ പറ്റില്ല. എണീറ്റ് നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ബെഡിലേക്ക് കിടക്കാൻ പറ്റില്ല. കിടക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണ് നിറഞ്ഞൊഴുകുക, അതുമാതിരി പെയിനാണ്. ഒരു 2-3 വർഷം മുമ്പ് ഞാൻ കളരി വൈദ്യൻ്റെ അടുക്കൽ പോയി 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ വർഷം ആയുർവേദ ഡോക്ടറെ അടുക്കൽ പോയി തിരുമിച്ചു. എനിക്കൊരു കുറവുമില്ല, ചിലപ്പോൾ ഈ വേദന അങ്ങ് കൂടും. ഒരു 6 മാസം മുമ്പ് ഇതുപോലെ ശക്തമായിട്ട് പെയിൻ വന്ന് എൻ്റെ കഴുത്തൊക്കെ ഒരു വശത്തേക്കായി, കൈ പൊക്കാൻ പറ്റുന്നില്ല, അതുപോലെ പെയിൻ. ഞങ്ങൾ ഡോക്ടറെ അടുക്കൽ പോയി, അവർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു നീർക്കെട്ട് ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ കഴുത്തൊക്കെ വല്ലാത്ത രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് പറഞ്ഞു, അവർ പറഞ്ഞു ഫിസിയോതെറാപ്പിയുടെ അടുക്കൽ പോയി ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യുക, എന്നിട്ട് 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്ന് ഒരു ദിവസം ചെയ്തു, പിറ്റേ ദിവസം ഞാൻ പോയില്ല, എനിക്ക് വേദന കുറയണില്ല. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു, ഓയിൽമെൻറ്റൊക്കെ തൂക്കും, എനിക്ക് വേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഉടമ്പടിയിലാണ്, പല പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴൊക്കെ ഞാൻ ഈ ഒരു സെയിം നിയോഗം എഴുതാറുണ്ട്. അപ്പോൾ അച്ഛൻ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ സെയിം നിയോഗം
യോഗ ഒരു പ്രാവശ്യം അമ്മയ്ക്ക് കൊടുത്താൽ പിന്നെ വീണ്ടും വീണ്ടും എഴുതണ്ട. അപ്പം ഞാൻ പിന്നെ അത് എഴുതാതെയായി. ഞാനിങ്ങനെ പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എനിക്ക് ഈ വേദന, എനിക്ക് ജോലി ചെയ്യണമല്ലോ, എൻ്റെ കുടുംബം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഈ വേദനയൊന്ന് മാറ്റി തരണേ അമ്മയെന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചെല്ലാനിരുന്നിട്ട് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല, അതുപോലെ എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള പെയിൻ. ഞാനിപ്പോൾ പെട്ടെന്ന് ചെന്ന് ഈ സ്റ്റെപ്പയിൽ ഓയിൽമെൻറ്റ് ഇരിക്കുകയാണ്, അതെടുത്ത് പെരട്ടി. അത് പെരട്ടുമ്പോൾ കുറച്ച് ഒരു പുകച്ചിൽ കിട്ടിയ ഒരു ആശ്വാസം. പക്ഷേ ഇത് പെരട്ടിയപ്പോൾ എനിക്ക് വേദന കൂടുക, എനിക്ക് ചങ്ക് പൊട്ടി ഞാൻ കരയുക. ഞാൻ അമ്മയുടെ നേരെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, എത്ര വർഷമായിട്ട് നിന്നോട് പറയണം ഈ വേദനയൊന്നും മാറ്റിത്തരാൻ പറ്റണില്ലേ, ഞാൻ നിൻ്റെ മോളല്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ കരയുക. ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സ് കൊണ്ട് തന്നെ ഈ ഓയിൽമെൻറ്റ് തുടച്ച് മാറ്റിയിട്ട് കൃപാസനത്തിൽ തൈലം കയ്യിലിട്ട് കുടഞ്ഞിട്ടു. കുറച്ചധികം എടുത്ത് വെച്ച് ഞാൻ എൻ്റെ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ അങ്ങ് തൂക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു പൊള്ളൽ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓർത്ത് ഈ ഓയിൽമെൻറ്റ് പെരട്ടേൻ്റെ ആയിരിക്കും എന്ന് കരുതി ഞാൻ എന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാം. നല്ല പൊള്ളലെന്ന് പറഞ്ഞാൽ അതുമാതിരി ഒരു ശക്തമായിട്ടൊരു പൊള്ളലാണ്. ഞാൻ എന്നിട്ട് രാത്രി പോയി കിടന്നു. നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്ക് ആ വേദന അങ്ങോട്ട് മാറി. ഒരു ചെറിയൊരു നീറ്റൽ പോലെയുള്ളൂ. ആ നീറ്റിൽ പോലെ തോന്നി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ എന്ത് വേദന വന്നാലും ഞാൻ ഡോക്ടറെ കാണില്ല, ഇതിൻ്റെ പേരിൽ ഞാൻ ഡോക്ടറെ കാണില്ല, ഓയിൽമെൻറ്റ് പറ്റില്ല, ഒരു പെയിൻ കില്ലർ ഞാൻ കഴിക്കില്ല, ഇതോടുകൂടി നീ എനിക്ക് വേദന മാറ്റി തരണമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു വേദന, പൊടിക്കൊരു വേദനയുള്ളൂ. അതിനുശേഷം ഇപ്പോൾ 6 മാസത്തിലേറെയായി ഞാൻ ഈ ഒരു കാര്യത്തിന് ഒരു മരുന്നെടുക്കുകയോ ഓയിൽമെൻറ്റ് പെരട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വേദന അതിനുശേഷം എനിക്കുണ്ടായുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പോൾ ചെറിയൊരു നീരിൻ്റെ ഇറക്കത്തിൻ്റെ ഒരു പൊടി വേദന, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. അത് ഏകദേശം 5-6 വർഷം അത്രത്തോളം മരുന്നുകളും ട്രീറ്റ്മെൻറ്റും പൈസയും ഞാൻ മടക്കിയിട്ടുള്ളതാണ്. എനിക്ക് ജോലി പോലും, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പലപ്പോഴും ജോലിക്ക് പോകാതെ ഇങ്ങനെ അവശതയിൽ കിടക്കുന്നിട്ടുണ്ട് ഞാൻ. ഈ ഒരു വലിയ അനുഗ്രഹവും അമ്മ എനിക്ക് തന്ന ഈശോ തിരുക്കുമാരനിൽ നിന്ന് വാങ്ങിത്തന്നാണ്. ഇതിന് ഞാൻ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരിപ്പോൾ എൻ്റെ ഓഫീസിലാണെങ്കിലും 1-2 ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, കൂട്ടുകാരികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ചെറിയ നിസ്സാര ശമ്പളത്തിലൊക്കെയാണ് ഞാൻ ജോലി ചെയ്യണം. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് 1-2 പൊതി ഫുഡൊക്കെ ഞാൻ രാവിലെ നേരം കാപ്പിയുടെയൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചുകൊണ്ട് വന്ന് ക്രൈസ്തവ മേഖലയിലും അക്രൈസ്തവ മേഖലയിലും, അപ്പോൾ അത് ഞങ്ങളുടെ അനുഭവം പറഞ്ഞു തന്നെയാണ് ഞാൻ കൊടുക്കാറ്. ഇപ്പോൾ ഒരുപാട് പേരിരിക്കുകയാണെങ്കിലും ഈ പത്രം കൊടുത്ത് തീർക്കണമല്ലോ എന്ന് കരുതി ചിലപ്പോൾ 2, 3, 4 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ തീർക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നണം ഇവർക്ക് കൊടുക്കാം, അല്ലെ ഇവർക്ക് കൊടുക്കണം എന്ന് തോന്നുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറില്ല. എല്ലാവർക്കും ഓടി നടന്ന് പത്രം ഇതാണെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ മാക്സിമം കുമ്പസാരിക്കാറുണ്ട്. മാക്സിമം കാര്യങ്ങളെല്ലാം ഉടമ്പടി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മാക്സിമം ഞാൻ ചെയ്തു പോകാറുണ്ട്. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീണത്തിൽ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ സാക്ഷി പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന സെബാസ്റ്റ്യൻ. ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി ചർച്ച് ഇടഭാഗമാണ് ഞങ്ങൾ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 23/1/2019 ആദ്യമായി തന്നെ ഇവിടെ വന്ന ദിവസം തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചു. അന്ന് മുതൽ ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. എന്നും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും മുടക്കം വരാതെ അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് സാധിച്ചു തന്ന ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ പാസ്സായി കിട്ടണമെന്ന്. സീറോ മെറിറ്റിൽ ജീവിക്കുന്ന അവന് 10ാം ക്ലാസ് പാസ്സാവുക വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നിയോഗമായി വെച്ചത് അവൻ പാസ്സായി കിട്ടുവാണെങ്കിൽ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ സാധിക്കണമേ എന്നായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ അവന് അഡ്മിഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ലാതെ വരരുത് മാതാവേ, നീ ഇടപെട്ട് ഒരു നല്ല സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. സീറോ മെറിറ്റിൽ ജീവിക്കുന്ന അവന് സയൻസ് ഗ്രൂപ്പ് തന്നെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. 1 രൂപ പോലും ഞാൻ മുടക്കിയതില്ല. അതിന് മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ +1 അവൻ എല്ലാ വിഷയത്തിനും പാസ്സായി, +2 പാസ്സായി. അത് മാതാവിൻ്റെ തൈലവും കാശുരൂപവും ഉപ്പ് ഉപയോഗിച്ചാണ്. എന്നും എൻ്റെ ഒപ്പം 2019 മുതൽ അവൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഞാൻ എല്ലാ ബുധനാഴ്ചയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസങ്ങളിലെല്ലാം
മുട്ടുനിർത്തി നിന്ന് തിരി കത്തിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോൾ അവൻ പരീക്ഷ കഴിയുന്നോ ആ സമയം വരെ ഞാൻ പ്രാർത്ഥനാ മുറിയിലായിരിക്കും. എനിക്ക് മാതാവിനോടും ഈശോയോടും ഒത്തിരി സ്നേഹം തോന്നാറുണ്ട്. എന്നെ ഈ അൾത്താരയിൽ നിർത്തുവാൻ സാധിച്ചതിന്. +1 +2 പാസ്സായി. സീറോ മെറിറ്റിൽ നിന്ന് അവനെ ഇത്രയും അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഒത്തിരി നന്ദി ഞാൻ പറയുക. ഉപ്പും തൈലവും കാശിരവും അവന് ഞാൻ കൊടുത്തുവിടും. അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവൻ ബൈബിൾ വായിക്കുമ്പം എന്നും സന്ധ്യാപ്രാർത്ഥന ചൊല്ലി മുടങ്ങാതെ. 2019 ഞാൻ ഉടമ്പടി എടുത്ത നിമിഷം മുതൽ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. സന്ധ്യാമണി അടിക്കുമ്പോൾ ഞങ്ങൾ 4 പേരും ഒന്നിച്ചിരുന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയ ശേഷമേ ഞങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പോകാറുള്ളൂ. അതുപോലെ തന്നെ 153 മണി ജപം ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീടിന് ചുറ്റും മുറികളിലും ഇരുന്ന് ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായന നടത്തും. അത് തീർച്ചയാണ്. ഉടമ്പടി പ്രാർത്ഥന എന്നീ കൃപാസന മാതാവിൻ്റെ അടുക്കൽ എത്തിയോ അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി ധ്യാനം മുടങ്ങിയിട്ടേയില്ല. എല്ലാ ദിവസവും അച്ഛൻ്റെ ത്യോക്കും കാണും. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴെല്ലാം സാക്ഷ്യവും കേൾക്കും. അതുപോലെ തന്നെ ഫോണിലൂടെ സാക്ഷ്യവും പ്രത്യക്ഷീകര പ്രാർത്ഥനയും ഡെയിലി ബ്രെഡും സ്ഥിരമായി കാണും. അത് ഷെയർ ചെയ്തു ഞാൻ എൻ്റെ കാര്യം മുന്നോട്ട് നോക്കുന്നത്. ഈശോയും മാതാവും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ +2 പാസ്സായി കഴിഞ്ഞപ്പോൾ എന്തൊരു കോഴ്സിന് ഇവനെ വിടുവണം എന്ന് എനിക്കറിയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, സീറോ മെറിറ്റിൽ നിൽക്കുന്ന എൻ്റെ മോനെ +2 വരെ ആക്കിയത് അമ്മ മാതാവാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും അമ്മ മാതാവ് നടത്തി തരണം. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒരു അമ്മ മാതാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഇവനെ ഞാൻ ഏച്ചു. ഒരു പ്രതീക്ഷ പോലുമില്ലാതെ ഇവൻ BSc നേഴ്സിന് അഡ്മിഷൻ പോകണമെന്നു പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു മോൻ BSc നേഴ്സിന് പോകാൻ. അവന് ഇഷ്ടമില്ലെങ്കിലും അവൻ പോയി. ഫസ്റ്റ് ഇയറും അവൻ പാസ്സായി. ഇതെല്ലാം നടത്തുന്ന എൻ്റെ കാശിൽ ഇവൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഉപ്പും തൈലവും ഇവന് ഞാൻ കൊടുക്കും. ഇവൻ അതനുസരിച്ച് ചെയ്യും. അങ്ങനെ പ്രാർത്ഥിച്ച് സാക്ഷിയൊക്കെ കേട്ട് എവിടെ പോയാലും പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ അവൻ പോവുള്ളൂ. അവൻ കോളേജിൽ BSc നേഴ്സിന് പോയപ്പോൾ അവന് ഇതെല്ലാം കൊടുത്താണ്. രാവിലെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവനോട് പറയും, പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച ശേഷമേ നീ ഏത് കാര്യത്തിനും പോകാവുള്ളൂ. അതുപോലെ തന്നെ കോളേജിൽ പോകുമ്പോഴും എല്ലാം ഇത് തന്നെ ഉപയോഗിച്ചു. ആ വർഷം പരീക്ഷയ്ക്ക് പോയപ്പോഴും പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചൊല്ലിയും മാതാവിൻ്റെ തൈലവും ഉപ്പും കാശിരവും കൊടുത്താണ് അവന് ഞാൻ വിട്ട്. അവൻ അതെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഫസ്റ്റ് ഇയർ അവന് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും ഈ അമ്മ മാതാവിൻ്റെ കാശിരവും ഉപ്പും തൈലവും പ്രത്യക്ഷീണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും അവൻ കേൾക്കുമായിരുന്നു. അതുപോലെ ചെയ്തതിൻ്റെ ഫലം സെക്കൻഡ് ഇയറിലും അവൻ പാസ്സായി. തേർഡ് ഇയറിൽ 2025 അവൻ ഉടമ്പടി എടുത്ത് 5/5/2025 അവന് ഉടമ്പടി എടുക്കുന്നിടം വരെയും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. എന്ത് പ്രയാസം വന്നാലും എന്നെ വിളിച്ചു പറയും, അമ്മ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ വരുവാന്ന്. ഞാൻ പറയും, അമ്മ മാതാവിനെ നിൻ്റെ കൂടെ തന്നു വിട്ടിട്ടുണ്ട്. നിൻ്റെ കയ്യിൽ അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഉണ്ട്. അതെല്ലാം ചേർത്ത് പിടിച്ച് കൊന്ത ചൊല്ലി നീ എന്നും പ്രാർത്ഥിച്ച ശേഷം നിനക്ക് അവിടെ നിൽക്കാനും നിൻ്റെ എല്ലാ ശാരീരികവും മാനസികമായ അസ്വസ്ഥതകളും നികത്താനും നിനക്ക് സാധിക്കും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മ ഇവിടെ നിന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ ഇവൻ്റെ പരീക്ഷ നടക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അൾത്താരയുടെ സക്കരാരിയുടെ അവിടെ തിരുവോസ്തിയിൽ അവിടെ വന്ന് മുട്ടുകുത്തി എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എപ്പം പരീക്ഷ തുടങ്ങുന്നോ അന്നേരം മുതൽ ഞാൻ ഈ കൃപാസനത്തിലാണ്. അവൻ്റെ പരീക്ഷ തീരുമ്പോഴാണ് ഞാനിവിടുന്ന് പോകുക. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്ക് ഞാൻ ഒത്തിരി പറയുന്നു. അതിനോടൊപ്പം ബാക്കി സാക്ഷ്യം പറയും. എൻ്റെ പേര് ജിജോ മോൻ സെബാസ്റ്റ്യൻ. ഞാൻ BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. എൻ്റെ തേർഡ് ഇയർ എക്സാം എഴുതിയായിരുന്നു. ഇൻ്റേണൽ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തോറ്റുപോയി പരീക്ഷയ്ക്ക്. യൂണിവേഴ്സിറ്റി എക്സാമിന് തോറ്റുപോയി. അപ്പം വീട്ടിൽ വന്നിട്ട് ആരോടും മിണ്ടുന്നില്ല. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ റൂൾസ് അതൊന്നും ഞാൻ പാലിക്കത്തില്ല, അത് കാരണം ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീ ഒന്ന് പോയി എടുക്ക്, മാതാവ് നിന്നെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു.
ഞാൻ പോയി ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. രൂപം വായിക്കാൻ വേണ്ടി എനിക്കൊരു മാതാവിൻ്റെ രൂപം വായിക്കാൻ വേണ്ടി സാധനം കിട്ടി. അപ്പം അങ്ങനെ രൂപം വായിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ വീട്ടിൽ വന്നു, ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനം അതെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോളേജിൽ ചെല്ലുമ്പം ഇന്റേണൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. ഇന്റേണൽ എക്സാമിന് ഞാൻ എഴുതി. വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും എല്ലാം കൊണ്ടുപോയി 3 വട്ടം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശു വരച്ച് പരീക്ഷ എഴുതി. പരീക്ഷ ഇന്റേണൽ എക്സാമിന് മാർക്ക് അന്ന് തന്നെ വന്നായിരുന്നു. അന്ന് തന്നെ വന്നപ്പോൾ ഇന്റേണൽ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതി. യൂണിവേഴ്സിറ്റി എക്സാമിനും ഇതുപോലെ തന്നെയാണ് ചെയ്തത്. വിശുദ്ധ വസ്തുക്കളും കൊണ്ടുപോയി. അന്ന് രാവിലെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊന്നും അറിയില്ല, എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം പഠിച്ചു, എനിക്കൊന്നും അറിയില്ല, പാസ്സാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞ്, നീ വിശുദ്ധ വസ്തുക്കളുമായിട്ട് പോ, ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ ആ സമയത്ത് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി കൃപാസനത്തിൽ വന്നിരിപ്പുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവിടെ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും വേദന കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പാസ്സാവും ഇങ്ങനെ പറഞ്ഞു. റിസൾട്ട് ഞാൻ അപ്പം അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പം പരീക്ഷയുടെ ആൻസറുകളാണ് പറയുന്നത്. എനിക്കൊന്നും പറയാനില്ല അവരുടെ മുമ്പിൽ. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാ വട്ടവും ചുമപ്പ് കാണിക്കുന്ന അവിടെ ഒരു പച്ചയെങ്കിലും കാണിക്കണേന്ന് പറഞ്ഞു. റിസൾട്ട് വരുമ്പോൾ പാസ്സെന്ന് കാണിക്കണേന്ന് പറഞ്ഞു. പരീക്ഷയുടെ റിസൾട്ട് വന്നു. കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്നും എഴുതിയിട്ടില്ലടാ, എങ്ങനെയാണെന്ന് ഞാൻ ജയിക്കുമെന്നൊന്നും തോന്നുന്നില്ല. റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് ജിജോമിൻ്റെ റിസൾട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പാസ്സെന്ന് പറഞ്ഞ്. അവിടെ വന്ന ഉടമ്പടി കൃപാസനത്തോട് വിശ്വാസം ഇല്ലാത്തവരും വരെ അന്ന് തൊട്ട് ഇവിടെ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷ എഴുതുന്നുണ്ട്. അവരെല്ലാം പാസ്സാകുന്നുമുണ്ട്. അങ്ങനെ തേർഡ് ഇയർ പാസ്സായി. തേർഡ് ഇയർ പാസ്സായിട്ട് ഫോർത്ത് ഇയർ വന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തുടങ്ങി. ഫോർത്ത് ഇയറിൻ്റെ പരീക്ഷ സമയത്ത്. എന്നിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഏറ്റെടുക്കും, നിങ്ങൾ ആരും ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, എൻ്റെ ജീവിതം ഇവിടം വരെ എത്തിയിരുന്ന മാതാവിൻ്റെ കൃപ കൊണ്ടാ. അപ്പം എല്ലാവരും പറഞ്ഞ്, ഞങ്ങളെല്ലാം പാസ്സാവുകയാണെങ്കിൽ കൃപാസനത്തിൽ വന്ന് മാതാവിനെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എല്ലാവരും വരണം. അന്ന് രാവിലെ പരീക്ഷ 3 സബ്ജക്റ്റ് ഉണ്ട്. ആ 3 സബ്ജക്റ്റിന് സമയത്തും എല്ലാവരും എൻ്റെ വിശുദ്ധ വസ്തുക്കളും ഞങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥനയില്ല പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. പരീക്ഷയുടെ റിസൾട്ട് വന്നു. പരീക്ഷയുടെ ഇടയ്ക്ക് ഞാൻ അമ്മയെ വിളിച്ച് പറയും, അമ്മ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹം, എന്നെയും കൊണ്ട് പറ്റുന്നില്ല, OBGയും അതൊന്നും എൻ്റെ തലയിൽ കയറുന്നു പോലുമില്ല അമ്മ. അപ്പം എൻ്റെ കൂടെയുള്ള പിള്ളേർ ഏറ്റവും പഠിക്കുന്നവർ വരെ പറഞ്ഞു മാനേജ്മെൻറ്റ് എന്നൊരു വിഷയമുണ്ട്, അതൊന്നും തലയിൽ കയറുന്നു പോലുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ വിശുദ്ധ വസ്തുക്കൾ അവർക്ക് കൊടുക്കും. അവർക്ക് ആ ഹോസ്റ്റലിൽ ആർക്കെന്ത് ആ കോളേജിൽ പറ്റിയ എൻ്റെ ഉടമ്പടി വസ്തുക്കളോ എന്തെങ്കിലും ഞാൻ കൊടുക്കും. അപ്പോൾ അവരുടെ പെട്ടെന്ന് സുഖപ്പെടുത്താറുണ്ട്. അപ്പം ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിൻ്റെ കൂടെ എൻ്റെ മാതാവ് വരുന്നു, നീ അതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പരീക്ഷ ഹാളിൽ നിന്ന് പരീക്ഷ എഴുതി ഞാൻ കരഞ്ഞുകൊണ്ടാണ് പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി വന്നത്. എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ ആരോട് ചോദിച്ചാൽ എല്ലാവർക്കും വളരെ സിമ്പിൾ പരീക്ഷയാണ്, എനിക്കൊന്നും പറയാനില്ല ആരുടെ മുമ്പിൽ. എന്നിട്ട് പരീക്ഷ ഹാളിൽ നിന്ന് വന്ന് ഞാൻ പരീക്ഷ റിസൾട്ട് വന്നു. 4/3/2026 എക്സാം റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പം എൻ്റെ വൈകിട്ടായപ്പോൾ റിസൾട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീരൊരിക്കലും ഇനിയും കരയുന്ന എനിക്ക് കാണാൻ പറ്റില്ലേ, എനിക്ക് വേണ്ടി വേദന, ഞാൻ ജനിച്ച കാലം തൊട്ട് അവർ രണ്ടും വേദനിക്കുന്നതാണ്, അതിനിയും കാണാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ കൊടുത്തവരെല്ലാവരും പാസ്സായി. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും പാസ്സാകണമെന്ന്. റിസൾട്ട് വന്നു, എല്ലാവരും പാസ്സായി. മിക്കവരും വന്ന് എൻ്റെ ബാച്ചിലുള്ളവരെല്ലാം വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ ആരെന്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് എൻ്റെ പേരല്ല പറയുന്നത്, കൃപാസന മാതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ മാതാവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അതെന്നും എവിടെയും വെച്ച് ഞാൻ പറയും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് മേടിക്കും. ചങ്ങനാശ്ശേരി, വണ്ടാനം, തിരുവല്ല അവിടെയെല്ലാം ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറയും, നിനക്ക് ആലപ്പുഴ കൊടുത്താൽ. ഞാൻ പറഞ്ഞ്, ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പത്രം കൊടുക്കുന്ന ആലപ്പുഴ ഒരിക്കലും, ആലപ്പുഴ അറിയാവുന്ന ആൾക്കാർക്കല്ല, ഇവിടെ ദൂര സ്ഥലത്ത് കൊണ്ട് കൊടുക്കണമെന്ന്. ഞാൻ അങ്ങനെ ദൂര സ്ഥലത്ത് കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി. അപ്പോൾ ഓരോരുത്തർ എന്നോട് ചോദിക്കും, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം നടന്നിട്ടുണ്ടോ എന്ന്. ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മൊത്തം പറയും. എൻ്റെ 10ാം ക്ലാസ് തൊട്ട് എൻ്റെ ഡിഗ്രി വരെ എൻ്റെ ജീവിതത്തിൽ നടന്ന മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമേ ഞാൻ പറയല്ല. അപ്പോൾ അവർ എൻ്റെ കയ്യിൽ പത്രം മേടിക്കും. പിന്നെ കാശുരങ്ങൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കും. പിന്നെ ബൈബിള് വായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു എല്ലാവരുടെ അടുത്തും. ഉടമ്പടി എടുത്തപ്പം തൊട്ട് ഞാൻ ആരെങ്കിലും എന്നോട് എല്ലാം പറഞ്ഞാൽ ആ സമയത്തൊന്നും വിട്ടത്. എൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ കൂടുതലും ദേഷ്യപ്പെടുന്നത്. അപ്പം
എൻ്റെ അമ്മ പറയും, നീ പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് പറയും. അങ്ങനെ ഞാനിപ്പം അങ്ങനെ ദേശീയ ഇവിടെ അങ്ങനെ പരിപാടിയൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ ഒരു 10 രൂപയെങ്കിലും എൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. എൻ്റെ അമ്മ മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി. അശ്വിനി, ഇതെൻ്റെ ഹസ്ബൻഡ്, പേര് ബിബി. ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ഞാനിവിടെ ഒരു നിയോഗം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2022 ഉടമ്പടി എടുത്തത്. അപ്പോൾ 2022 ഉടമ്പടി എടുത്തിട്ട് എൻ്റെ കല്യാണം ഇങ്ങനെ ലേറ്റായി കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും, മാതാവിനെ ആരാധിക്കും. 22 ഞാൻ ഉടമ്പടി എടുത്തു. പിന്നെ കല്യാണം നടക്കാത്തത് കണ്ടപ്പോൾ മാതാവിൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു, ഇനി കൃപാസനത്തിലേക്ക് വരില്ല എന്ന്. അപ്പോൾ അമ്മ അന്ന് അത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി തോന്നി. അങ്ങനെ അന്ന് രാത്രി 2023 രാത്രി ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു, മാതാവിനെയും കണ്ടു. ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കല്യാണം നടക്കും, കല്യാണം നടക്കാനൊരു ടൈമുണ്ട്. ആ ടൈം അന്ന് എനിക്ക് 26 വയസ്സായിരുന്നു. 29ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം നടക്കുന്നു ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. അന്ന് എനിക്കിതിനെപ്പറ്റിയൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് 2022 വന്നത്. അപ്പം ഞാൻ ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ പറഞ്ഞപ്പോൾ ഞാനത് ഉറച്ച് വിശ്വസിച്ചു. 29 വയസ്സ് വരെ വെയിറ്റ് ചെയ്തു ഞാൻ. അതിനിടയിൽ ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും കല്യാണം നടന്നില്ല. അങ്ങനെ ഞാൻ അതുവരെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി റിന്യൂ ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. മാതാവുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. എൻ്റെ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. എല്ലാ കാര്യവും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടാണ്. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ പോലും മാതാവിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യവും പറയുമായിരുന്നു. ഒരമ്മ മകൾ ബന്ധം, അത്രയും സ്ട്രോങ് ആയ ഒരു ബോണ്ടായിരുന്നു ഞാനും മാതാവും തമ്മിൽ. ഞാനൊരു ഹിന്ദു ആണ്, എൻ്റെ ഹസ്ബൻഡും ഹിന്ദു ആണ്. അതിലുപരി ഞാൻ മാതാവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മാതാവിന് അത് നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറയുമായിരുന്നു, ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ട് എനിക്ക് കാലിക്കറ്റിൽ നിന്ന് തന്നെ എനിക്കൊരു പ്രപ്പോസൽ കൊണ്ട് തരണം. എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കാലിക്കറ്റ് തന്നെ വേണമെന്ന്. പിന്നെ അതുപോലെ പുറത്ത് നിന്നുള്ളൊരു പ്രപ്പോസൽ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് UK പോകാനും കാനഡയിൽ പോകാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം മാതാവേ. പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ട്ണറെങ്കിലും പുറത്തുള്ള ആളായാൽ മതി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും സംസാരിക്കും, UK കാനഡയോ അതിലേത് വേണമെങ്കിൽ മാതാവിനെ സെലക്ട് ചെയ്യാൻ, എനിക്ക് ഏതായാലും ഞാൻ ഹാപ്പിയാണ്. മാതാവിൻ്റെ അടുത്ത് സംസാരിക്കും. മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയും. മാതാവ് എൻ്റെ വീട്ടിൽ ഈ കൃപാസന മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും സംസാരിക്കും, ആ രൂപം നോക്കി സംസാരിക്കും. അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കോഴിക്കോട് നിന്നും പ്രപ്പോസൽ വേണം. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് വിദേശത്ത് നിന്ന് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, എനിക്ക് മാച്ചായിട്ടുള്ള ഒരു പാർട്ട്ണറെ തന്നെ വേണം മാതാവേ, എന്നെ മനസ്സിലാക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളെ തന്നെ വേണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് ഓരോ പ്രപ്പോസൽ വരുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് സംസാരിച്ച് അതുപോലത്തെ പ്രപ്പോസൽ അല്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയും, മാതാവ് ഞാൻ ഹാപ്പി അല്ല എന്ന്. മാതാവ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് വരുന്ന പ്രപ്പോസൽ ഞാൻ ഹാപ്പി അല്ല എന്ന് പറഞ്ഞാൽ ആ പ്രപ്പോസൽ അതുവഴി പോവും. അപ്പോൾ ഇതുവരെ എനിക്ക് വന്നുകൊണ്ടിരുന്ന പ്രപ്പോസലൊന്നും ഓക്കെ അല്ലായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പി അല്ല എന്ന്. അങ്ങനെ ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് ഞാൻ 29 വയസ്സാകുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായി. അതുവരെ എനിക്കൊരു പ്രപ്പോസലൊന്നും നടന്നില്ല. അങ്ങനെ ഫെബ്രുവരി 27 എൻ്റെ ബർത്ത്ഡേ. 27 എൻ്റെ ബർത്ത്ഡേയും 28 എൻ്റെ കല്യാണവും മാതാവ് നടത്തി തന്നു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരി 27 എനിക്ക് 29th കംപ്ലീറ്റായി. 29 വയസ്സ് എനിക്ക് പൂർത്തിയായി. 28ാമത്തെ ദിവസം മാതാവിൻ്റെ കല്യാണം നടത്തി തന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ കാണാം. കാരണം ഞാൻ എന്ത് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ എനിക്ക് നടത്തി തന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, ഈശോയുടെ അടുത്തും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നതാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ
പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മനസ്സുള്ളവർക്ക് ദൈവത്തിനെ കാണാൻ പറ്റുമെന്ന്. ഞാനത് സ്ട്രോങ് ആയിട്ട് തന്നെ വിശ്വസിച്ചു. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡൻ്റായി മരണപ്പെട്ടു പോയി. എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ ഒരുപാട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവൻ്റെ അമ്മയ്ക്കും മരിച്ചുപോയ അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്ക് മാതാവിന് ഈശോനെ പോലെ തന്നെ ആ അമ്മയ്ക്ക് ആൺകുട്ടിയായിട്ട് ആ ഒരു മകൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, ഒരു മകൻ മാത്രം. അപ്പോൾ ആക്സിഡൻറ്റിൽ ആ അമ്മയുടെ മുന്നിൽ നിന്നാണ് ആ മകൻ മരിച്ചു പോകുന്നത്. അപ്പോൾ അമ്മയ്ക്കത് എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു. ഒരു ഡിസംബർ 5-ാം തീയതി ആയിരുന്നു ഞാൻ ആ അമ്മയ്ക്കും മകനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരി കത്തിച്ച് മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ആ മരിച്ചുപോയ മകൻ്റെ ആ ഒരു വേദന ആ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല, മാതാവെ ഒന്ന് സമാധാനിപ്പിക്കുന്നത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ പുള്ളിക്കാരനൊരു ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മകനായിരുന്നു. അപ്പോൾ പകുതിക്ക് ഷോർട്ട് ഫിലിമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊരു മകനായിരുന്നു. അപ്പോൾ ഒരു നവംബർ 13-ാം തീയതിയാണ് മരിച്ചു പോയത്. അപ്പോൾ ആ അമ്മയ്ക്ക് അത് ഒറ്റൊരു മകനായതുകൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഡിസംബർ 5-ാം തീയതി ഒരു 8:30 ആയപ്പോൾ എൻ്റെ റൂമിലേക്ക് മാതാവ് വരുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു. മാതാവിൻ്റെ കണ്ണ്, മാതാവിൻ്റെ മൂക്ക്, മാതാവിൻ്റെ ചുണ്ട്, ഇതൊക്കെയായിരുന്നു ഞാൻ കാണുന്നത്. ഞാൻ കാണുന്ന ആ ടൈമിൽ മാതാവ് ഭയങ്കര സുന്ദരിയായിരുന്നു. അപ്പം മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ചരിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പം മാതാവ് എൻ്റെ തല തൊട്ട് എൻ്റെ ഫേസ്, മുഖം വരെ തൊട്ട് തലോടുമായിരുന്നു. എനിക്ക് ആ ഒരു ഫീലിങ്സ് അറിയാൻ പറ്റി. എൻ്റെ ദേഹം മുഴുവനും കുളിരായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം അന്ന് ആ വീട്ടിൽ ഞാനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനും ബ്രദറും ഇല്ലായിരുന്നു. അപ്പം എനിക്കതറിയാൻ പറ്റി. മാതാവ് എന്നെ വന്ന് തൊട്ട് അനുഗ്രഹിച്ചിട്ട് പോയ ഭൂമിയിൽ എൻ്റെ റൂമിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ തലയും എൻ്റെ ഫേസൊക്കെ മാതാവ് തൊട്ടിട്ടാണ് മാതാവ് പോയത്. അപ്പം എനിക്ക് മാതാവിനെ കാണാൻ പറ്റി. മാതാവ് എന്നെ വന്ന് തൊട്ട് അനുഗ്രഹിച്ച് എന്നുള്ളൊരു സന്തോഷമായിരുന്നു എൻ്റെ മൈൻഡ് മുഴുവനും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. മാതാവ് തൊട്ടല്ലോ, മാതാവ് തൊടുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തൊടണമെന്നില്ലല്ലോ. അപ്പോൾ എന്നെ വന്ന് തൊട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ മാതാവിനെ ഞാൻ കണ്ടത്. പിന്നെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇതുപോലെ TV സ്ക്രീനിൽ ഈ സെയിം കൃപാസന മാതാവ് എന്നെ നോക്കിയിട്ട് ക്ലാപ്പ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ഞാനത് കണ്ടിട്ട് ഒരു 1 month എടുത്തായിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഈ കൃപാസനത്തിലേക്ക് വന്നിട്ട്, എൻ്റെ കല്യാണം നടന്നതുകൊണ്ട് എനിക്ക് കൃപാസനത്തിലേക്ക് വന്നിട്ട് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മലേഷ്യയിൽ പോയിട്ട് നേരിട്ട് ഇങ്ങോട്ടേക്കാണ് വന്നത്, കൃപാസനത്തിലേക്ക്. എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം മാതാവിനെ അറിയിക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഞാൻ പറയുന്ന ഓരോ കാര്യവും മാതാവ് എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. ഞാൻ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്. ഉഴപ്പുമ്പോഴും മാതാവിൻ്റെ അടുത്ത് ഞാൻ ഓരോ സോറി പറയും, മാതാവേ സോറി, മാതാവേ സോറി. ഞാൻ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും മാതാവിനറിയാം, ഒന്നും അറിയാത്തതായിട്ടില്ല. ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും മാതാവിനെയും കൊണ്ട് കാശ് രൂപവും എൻ്റെ ബാഗിലിട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് പോവുക. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും മാതാവ് സാധിച്ചു തന്നതിന് ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഉടമ്പടി എടുക്കുന്ന ഓരോ ടൈമിലും ഞാൻ കൃപാസനത്തിലെ പേപ്പർ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഞാൻ മാതാവിനെ പറ്റിയിട്ട് ഞാൻ പറയും. മാതാവിന് ഈശോനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയും. അങ്ങനെ പേപ്പറുകൾ ഞാൻ എല്ലാവരുടെയും പോയി കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തനം ഞാൻ എല്ലാവർക്കും തെരുവിലിരിക്കുന്നവർക്കൊക്കെ ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കും. വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഇലയിൽ പൊതിഞ്ഞ് പള്ളിക്ക് മുന്നിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന എല്ലാ യാചകന്മാർക്കും കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണ് ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന. ഞാൻ വരുന്നത് വൈക്കം കൊട്ടാരപ്പള്ളി ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 11/10/2023 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ഞാൻ 2023 മെയ്യിൽ എൻ്റെ ജർമ്മൻ പഠനം പൂർത്തിയാക്കിയതാണ്.
ആദ്യമായി ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടത് എൻ്റെ ചേച്ചി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്ന ആളാണ്. ഞങ്ങൾ റിലേറ്റീവ്സ് വഴി കൃപാസനത്തെ പറ്റി കേൾക്കുകയും ചേച്ചിക്ക് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ട് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2023 സെപ്റ്റംബറിൽ ചേച്ചിക്ക് ഫ്രാൻസിൽ പോകാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയെ പറ്റി അറിയുന്നത്. അങ്ങനെ ചേച്ചിയുടെ കൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് എനിക്കും നല്ല വിശ്വാസമായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്താൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ 2023 ഒക്ടോബറിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തെങ്കിലും അത് കഴിഞ്ഞിട്ടും എനിക്ക് ഡേറ്റ് അടുത്തൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകണമെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ വേണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ FSJക്ക് പോകാൻ, അതിനാകുമ്പോൾ എനിക്ക് B1 എങ്കിലും മതി. അങ്ങനെ ഞാൻ B1ന് ഡേറ്റ് എടുത്തു. ഏജൻറ്റ് വഴിയാണ് ഡേറ്റ് എടുത്തത്. അങ്ങനെ എനിക്ക് 3 മൊഡ്യൂളിനുള്ള ഡേറ്റാണ് കിട്ടിയത്. ഞാൻ അങ്ങനെ ആ 3 മൊഡ്യൂളിൽ പോയി അറ്റൻഡ് ചെയ്തു. റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു എനിക്ക് കിട്ടിയ മൊഡ്യൂൾസ്. ഞാനത് എൻ്റെ ഉടമ്പടി കാശുരൂപവും പിന്നെ എൻ്റെ നെറ്റിയിൽ തൈലമൊക്കെ പുരട്ടി പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല, അത്യാവശ്യം എളുപ്പമായിട്ടൊക്കെയാണ് തോന്നിയേ. അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ മെയ് മാസമായിരുന്നു. അപ്പോൾ ഇവിടെ മെയ് മാസം വണക്കം നടക്കുന്നുണ്ടായിരുന്നു മാതാവിൻ്റെ. അതിൽ ഞാൻ ഡെയിലി പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഡെയിലി കൊന്ത ചൊല്ലി, 4 കൊന്തയെങ്കിലും ഡെയിലി ഞാൻ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മെയ്യിൽ തന്നെ B2നുള്ള ഡേറ്റും കിട്ടി. അപ്പോൾ ഞാൻ B2 എക്സാമിൻ്റെ രജിസ്ട്രേഷന് പോയിട്ട് പിറ്റേ ദിവസം ഇവിടെ വന്ന് പത്രം വാങ്ങിക്കാൻ വന്നു. ആ മാസത്തെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാനും അപ്പച്ചനും കൂടെ ഇവിടെ പത്രം വാങ്ങിക്കാൻ വന്നു. അപ്പോൾ അപ്പച്ചൻ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കാനായിട്ട് കൗണ്ടറിൽ നിൽക്കുമ്പോഴേക്കുമാണ് എനിക്ക് മെയിൽ വരുന്നത്, എനിക്ക് റിസൾട്ട് വന്നെന്നും പറഞ്ഞ്. ഞാനപ്പോൾ അവിടെയുള്ള കൗണ്ടറിൻ്റെ അവിടെയുള്ള ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ എൻ്റെ ഫോൺ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നിരിക്കുന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത 3 മൊഡ്യൂളും ഞാൻ പാസ്സായി. അന്ന് തന്നെ എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എൻ്റെ B2 എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും പിന്നെ എല്ലാവർക്കും കാശുരൂപം തരികയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ എക്സാമിന് പോയി. പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് B1 ഒറ്റ ഇതിൽ തന്നെ കിട്ടി. പിന്നെ അച്ഛനെ കാണാൻ പറ്റി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് ആകെപ്പാടെ 1 മൊഡ്യൂൾ മാത്രമേ കിട്ടിയുള്ളൂ, സ്പീക്കിംഗ് മാത്രമേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അന്നേരമൊക്കെ എനിക്ക് പിന്നെ പെട്ടെന്ന് ഡേറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ ഈ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് കാരണമെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതിക്കൊണ്ടിരുന്നു, കിട്ടുന്നില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോകാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ കസിനും കൂടെയാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് 2 കെട്ട് പത്രം, കന്നഡ ഭാഷയിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ 2 മൊഡ്യൂൾസിനാണ് എടുത്തത്, ലിസണിങ്ങും റീഡിങ്ങും. അത് രണ്ടും ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്ന കാര്യം ഓർത്തത്. അവൾ മറന്നുപോയിരുന്നു. ഞാൻ ഓർത്തെങ്കിലും എനിക്കൊരു പേടി കൊണ്ട് ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല, എങ്ങനെ എല്ലാവർക്കും കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പഠിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാതാവ് അത് കൊടുക്കുമെന്ന് തോന്നിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നിങ്ങൾ പിന്നെ എന്തിനും ഇതുകൊണ്ട് വന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊടുത്തു. അങ്ങനെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആരും തന്നെ ഞങ്ങളോട് വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഞങ്ങൾ ഏതൊക്കെയോ ഭാഷ പറഞ്ഞു, അവരെന്നിട്ടത് വാങ്ങിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് 4 ദിവസം കൊണ്ടാണ് ബാംഗ്ലൂർ റിസൾട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും റിസൾട്ട് വന്നു. അപ്പോൾ എൻ്റെ കസിൻ വിളിച്ചുകൂടി റിസൾട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും ഞങ്ങൾ 2 പേരും 2 മൊഡ്യൂളാണ് എടുത്തിരുന്നത്. പക്ഷേ 1 മൊഡ്യൂൾ ഹിയറിങ്ങിന് ഞങ്ങൾക്ക് 2 പേർക്കും സെയിം മാർക്കിൽ ഞങ്ങൾ പാസ്സായി. അതിന് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്കത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഏജൻസിയുടെ ആഡ് കണ്ടിട്ട് വിളിച്ചു. അവിടെ 2 മൊഡ്യൂൾസ് കൊണ്ട് പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തു. അവിടെ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ആണെന്ന്. അപ്പോൾ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് 1 വർഷം കഴിഞ്ഞതായിരുന്നു. ഒരെണ്ണം ഈ ഏപ്രിലിൽ 1 വർഷം ആകുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒത്തിരി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജർമ്മനിയിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകണമെങ്കിൽ 1 വർഷത്തിന് മേളിലായ സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ, വിസ റിജക്ഷൻ വരുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അതിന് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്.
ഒരെണ്ണം എംപ്ലോയർ ഇൻ്റർവ്യൂവും അതിന് മുൻപായിട്ട് നമ്മൾ ആ എംപ്ലോയർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എലിജിബിൾ ആണോ എന്ന് നോക്കുന്ന ഒരു ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ ലാംഗ്വേജ് പോരാത്തതുകൊണ്ട് ഞാൻ ഫെയിലായി. അതിലും ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചും പിന്നെ പച്ചത്തിരിയും നീളത്തിരിയും കത്തിച്ചൊക്കെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇനി എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരുവാണെങ്കിൽ ഞാൻ 1000 മണി ജപമാലയും കൂടെ ചൊല്ലി പ്രാർത്ഥിച്ചോളാം, ഞാൻ പാസ്സാകുവാണെങ്കിലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടി. ഞാൻ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞ 1000 മണി ജപമാല ഞാൻ ചൊല്ലി തീർത്തു. അത് കഴിഞ്ഞിട്ട് എംപ്ലോയർ ഇൻ്റർവ്യൂ വന്നതും ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ വന്നെങ്കിലും അതിൽ ഞങ്ങൾക്ക് ആർക്കും റിസൾട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ മാതാവിനോട് 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞ് ഇതുപോലെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ ജാനുവരി 28-ാം തീയതി വിസയ്ക്ക് വെച്ചു. 29-ാം തീയതി വിസയ്ക്ക് വെച്ചു. അപ്പോഴും എനിക്ക് കോൺട്രാക്റ്റിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നേരം വരെ. VFSൻ്റെ ഡേറ്റ് എടുത്തതും ഞാൻ കോൺട്രാക്റ്റ് കിട്ടാതെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞൊക്കെ എനിക്ക് കിട്ടിയതൊക്കെ. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ടൈമിൽ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുകയും ഞാൻ അത് വെച്ചിട്ട് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റി. അങ്ങനെ എനിക്ക് ഫെബ്രുവരി 28-ാം തീയതി എനിക്ക് വിസ വന്നു. അതിൽ വിസ ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവ് ഈശോയും എനിക്കത് തന്നു. ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് കാത്തിരുന്ന എൻ്റെ വിസയാണ്. എനിക്കത് അമ്മ മാതാവ് ഈശോയും തന്നു. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒത്തിരി നന്ദി. ഏപ്രിൽ 2-ാം തീയതി പോകുവാണ് ജർമ്മനിക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് ഞാൻ പോവാണ്. ഈശോയ്ക്ക് അമ്മ മാതാവിന് ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മേത്തുണ്ടായിരുന്ന അലർജി വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ചെറുതിലെ തൊട്ടുള്ളതാണ്. എന്തിൻ്റെയാണ് കാരണമെന്നൊന്നും പ്രത്യേകിച്ച് അറിയാൻ പറ്റത്തില്ല. ചെറുതിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആശുപത്രിയിൽ പോകും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് കിട്ടും, പെട്ടെന്ന് അത് മാറും, അത് കഴിഞ്ഞ് പിന്നെയും വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ചിലർ ഇപ്പോൾ അലോപ്പതി പോകുമ്പോഴത്തേക്ക് അവർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അത് കഴിഞ്ഞ് ആയുർവേദത്തിൽ പോയപ്പോൾ ക്ലൈമറ്റിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ കുറേ മരുന്ന് കഴിച്ചു. അപ്പോൾ കുറച്ച് കുറയും, അത് കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ പിന്നെയും വരും. അങ്ങനെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അന്നേരം എന്നും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നെറ്റിയിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ മേത്ത് തേൻ പുരട്ടുകയും പിന്നെ ഉപ്പുവെള്ളത്തിൽ കാല് കഴുകുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എൻ്റെ അലർജിയും മാറ്റിത്തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടി വഴി എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. എനിക്ക് ഒന്നെല്ലാം കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. പ്രാർത്ഥിക്കാനൊക്കെ ആണെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ തന്നെ ഒരു രഹസ്യം തന്നെ ചെല്ലാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ഞാൻ ആ സ്ഥാനത്ത് എനിക്ക് എവിടെയെങ്കിലും പോകുന്ന വഴിക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ കൊന്ത ചെല്ലാനും പിന്നെ എനിക്ക് ഒട്ടും പറ്റുമെന്ന് വിചാരിച്ച കാര്യമല്ല ഈ 1000 മണി ജപമാലയൊക്കെ, അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതിൽ അധികം പ്രാവശ്യം ഞാനിപ്പോൾ ചെല്ലുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ബൈബിള് ഫുള്ളായിട്ട് വായിച്ചു തീർക്കാൻ പറ്റി. ഇതൊക്കെയാണ് അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാനും അപ്പച്ചനും കൂടെ പത്രം വാങ്ങിക്കും. എന്നിട്ട് ഓട്ടോ സ്റ്റാൻഡിലും റോഡിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് അടുത്തുള്ള മേഴ്സി ഹോമിൽ പോവുകയും അവർ കാണുകയും പിന്നെ കയ്യിൽ കാശൊക്കെ ഉള്ളപ്പോൾ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. പിന്നെ അല്ലാത്തപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. പിന്നെ പള്ളിയിൽ എന്തെങ്കിലും ശുശ്രൂഷകൾക്കൊക്കെ വിളിച്ചാൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത് സമയം ഒരു 2:30-ക്കായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് വിസ വരുമ്പോഴത്തേക്കും 7ാമത്തെ പേജിൽ വന്നോ, 7 അല്ലെങ്കിൽ 3 ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും അതെനിക്ക് 7ാമത്തെ പേജിലാണ് മാതാവ് എനിക്ക് വിസ അടിച്ചു തന്നത്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി